ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2026 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ യഥാർത്ഥ GDP 7.4% വളരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകാനുള്ള വേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2026 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ യഥാർത്ഥ GDP 7.4% വളരുമെന്നും 2027 സാമ്പത്തിക വർഷത്തിൽ വളർച്ച 6.8 മുതൽ 7.2% വരെയാകാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് സാമ്പത്തിക സർവേ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സാമ്പത്തിക സർവേ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ച കൈവരിച്ചു. ആഗോളതലത്തിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങളും വ്യാപാര മേഖലയിലെ സങ്കീർണതകളും നിലനിൽക്കുന്നതായും സാമ്പത്തിക സർവേയിൽ പറയുന്നു. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ് അവതരണം. ജനകീയ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തനത് നികുതി വരുമാനത്തിലും നികുതി ഇതര വരുമാനത്തിലും വർധനയുണ്ടായതായി മന്ത്രി പറഞ്ഞു. 1,82,972 കോടി രൂപയുടെ റവന്യൂ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. 2,17,558 കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൊത്തം റവന്യൂ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. 34,586 കോടി രൂപയാണ് റവന്യൂ കമ്മി. 51,378 കോടിയുടെ പൊതുകടവും 19,384 കോടിയുടെ മൂലധന ചെലവുമാണ് 2026-27 സാമ്പത്തിക വർഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്ക് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3,720 കോടിയും ബജറ്റ് വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് 454.81 കോടി രൂപ മാറ്റിവെച്ചു. വിശദാംശങ്ങളിലേക്ക്. ശമ്പളവും പെൻഷനും നൽകാനായി KSRTCക്ക് പ്രതിമാസം 125 കോടിയോളം രൂപ നൽകും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,128.71 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 851.46 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള സൌജന്യ യൂണിഫോം വിതരണത്തിനായി 150 കോടി രൂപയും BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് 7.9 കോടി രൂപയും വകയിരുത്തി. വേഗറെയിൽ പദ്ധതി 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. MC റോഡ് വികസനത്തിന് കിഫ്ബി വഴി 5,317 കോടി രൂപയും സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കിഫ്ബി മുഖേന 1000 കോടി രൂപയും നൽകും. ശബരിമല മാസ്റ്റർ പ്ലാനിന് 30 കോടിയും കൈത്തറി മേഖലയ്ക്ക് 59 കോടി രൂപയും കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് 56 കോടി രൂപയും നീക്കിവെക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2,071.95 കോടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് 3,237 കോടിയും മെയിന്റനൻസ് ഫണ്ട് 4,316 കോടിയും പ്ലാൻ ഫണ്ട് 10,189 കോടിയും അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. കാരുണ്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപൂർവ ഇനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായ കെയറിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി അനുവദിച്ചു. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ പട്ടണങ്ങളിൽ ബൈപ്പാസുകളും പ്രഖ്യാപിച്ചു. അങ്കണവാടി വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, ആശാപ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെ വേതനം പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചതായി മന്ത്രി പ്രഖ്യാപിച്ചു. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തും. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു.
സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും. DA, DR കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷം നൽകും. 12th പേ റിവിഷൻ കമ്മീഷനും പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കും. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കാത്ത കാര്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കിയാണ് സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. പെൻഷൻകാരോടും സർക്കാർ ജീവനക്കാരോടും നീതി പുലർത്താത്ത ബജറ്റാണിതെന്ന് ഫെക്ടോ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ഇന്ന് ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കര, നാവിക, വ്യോമ സേനയിലെയും കേന്ദ്ര പോലീസ് സേനകളുടെയും ബാൻഡ് പ്രകടനം നടന്നു. കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകാനുള്ള വേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. നാളെയും മറ്റന്നാളുമായി നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സമ്മേളനം. 128 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദേശീയപാത 744ന്റെ വികസനം 3 പാക്കേജുകളായി കോറിഡോർ അടിസ്ഥാനമാക്കി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയപാത 744ന്റെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും വികസനത്തിനായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമകൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുല്യത പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള 2026 UGC ചട്ടങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. പ്രഥമ ദൃഷ്ട്യാ ചട്ടങ്ങൾ അവ്യക്തമാണെന്നും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷിച്ചാണ് കോടതി ഉത്തരവ്. നിയമജ്ഞർ അടങ്ങുന്ന വിദഗ്ധ കമ്മിറ്റി ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ചട്ടങ്ങളുടെ സാധുതയെ ചോദ്യം ചെയ്യുന്ന 3 റിട്ട് ഹർജികൾ പരിഗണിക്കവെ കോടതി നിർദ്ദേശിച്ചു. ഹർജികളിൽ കേന്ദ്രത്തിനും UGCക്കും കോടതി നോട്ടീസ് അയച്ചു. തീരദേശ വികസനത്തിലും സുസ്ഥിര ഉപജീവന മാർഗങ്ങളിലും കടൽപ്പായൽ കൃഷി നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ആരംഭിച്ച 7ാമത് ഇന്ത്യ അന്താരാഷ്ട്ര കടൽപ്പായൽ ഉച്ചകോടിയും പ്രദർശനവും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടി നാളെ സമാപിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. മേഘാലയയെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കേരളം ക്വാർട്ടറിൽ പ്രവേശിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 25 മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇതിനായുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ്. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് ഇന്നത്തെ വില. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഉൾപ്പെടെ 5 പേരുടെ മരണത്തിനിടയാക്കിയ ലിയർജെറ്റ് 45 വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. സംഭവത്തിൽ അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നതായും സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ പൂനെയിലെ ബാരാമതിയിൽ നടന്നു. കാനഡയുമായി പരസ്പര വളർച്ചയ്ക്കും സമൃദ്ധിക്കുമായി ഇന്ത്യ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയുടെ ഊർജ്ജ പ്രകൃതി വിഭവ മന്ത്രി ടിം ഹോഡ്സണുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ യഥാർത്ഥ GDP 7.4% വളരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകാനുള്ള വേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.